ഹലോ വൺസം ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ബ്രോ പരിപ്പുവട ചെയ്യൂ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മളൊരു അടിപൊളി പരിപ്പുവടയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ പരിപ്പ് 2-3 മണിക്കൂർ കുതിർത്താൻ വെച്ചിട്ട് ആ കുതിർത്തിയത് മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഈ പരിപ്പുവട അമ്മൻ്റെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ അമ്മ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു റീൽ ക്ലിപ്പൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കറി ലീവ്സ് വേണം, അതുപോലെ തന്നെ നമ്മുടെ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, വലിയുള്ളി ഹാഫായിട്ടുള്ളത് ഒന്നായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അമ്മയുടെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ അമ്മയാണൊക്കെ പറഞ്ഞിരുന്നത്. ഞാൻ വീഡിയോയിൽ ക്യാമറയിൽ ഓരോന്ന് കാണിക്കുന്നത് എന്നുള്ളൂ കേട്ടോ. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അച്ഛൻ കടല ഓർത്തത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാട്ടോ ഞാൻ ഇടയ്ക്ക് കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പിട്ടിട്ട് നല്ല രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഐറ്റംസൊക്കെ നമുക്ക് ചെറിയ ചെറിയ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് വാവയാണ് ചെയ്യുന്നത്. അപ്പോൾ വാവ നല്ല അടിപൊളിയായിട്ട് ചെറിയ ചെറിയ പീസായിട്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കറി ലീവ്സ് ആയാലും വലിയുള്ളി ആയാലും ചെറിയുള്ളി ആയാലും ചില്ലി ഫ്ലെക്സ് ആയാലും ഒക്കെ വളരെ സ്ലൈസ് ആക്കിയിട്ട് ഇഞ്ചിയൊക്കെ ഇഞ്ചി പ്രത്യേകം ചെറിയ ചെറിയ സ്ലൈസ് ആക്കാൻ പറഞ്ഞിട്ട് എനിക്ക് ഇഞ്ചിൻ്റെ ഫ്ലേവർ അങ്ങനെ അങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ട് അവൾ നല്ല രീതിയിൽ ചെറുതാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ആ പരിപ്പുണ്ടല്ലോ, ആ പരിപ്പിലോട്ട് നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് പരിപ്പ് മാറ്റി വെക്കണം കേട്ടോ. ആ പരിപ്പ് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കും വേണം. ഈ ക്രഷ് ചെയ്തതിലേക്ക് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കും വേണം, കുതിർത്താൻ വെച്ചതിന് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു സ്പൂൺ യൂസ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും മസാലകളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ ഒന്നാമത് നമ്മൾ വറ്റൽമുളകും ചില്ലിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ വേറൊരു ഫ്ലേവറിൻ്റെ അല്ലെങ്കിൽ ഒരു മസാലയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പല സ്ഥലത്ത് പല രീതിയിലായിരിക്കും ഉണ്ടാക്കുക. നിങ്ങൾ ചിലപ്പോൾ മുളക് പൊടി അല്ലെങ്കിൽ ഏതെങ്കിലും മസാലകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാകുമ്പോൾ മേ ബി എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങളിവിടെ അമ്മ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരല്. അപ്പോൾ അമ്മയുടെ റെസിപ്പി കേട്ടോ ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കമൻറ്റ് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീഡിയോ ചെയ്യാൻ തയ്യാറായത്. അങ്ങനെ നമ്മൾ കയ്യിൽ ഉരുട്ടി ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പരിപ്പുവടയ്ക്ക് വേണ്ട രീതിയിലൊക്കെ. നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ സൺഫ്ലവർ ഓയിൽ നല്ല രീതിയിൽ തിളച്ച് വരുന്ന ആ ഒരു സമയമാകുമ്പോൾ നമ്മുടെ പരിപ്പുവട നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഭംഗിയാണല്ലേ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവരൊക്കെ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ഇടാനൊന്നും മറക്കരുത്. അതിനെന്തായാലും റിപ്ലൈയും നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസാണ് വേണമെങ്കിൽ ഞങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നതും ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപ്പുവട നല്ല രീതിയിൽ മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളി പരിപ്പുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുക. ചിലരൊക്കെ ഇതിൽ മസാലകളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടാവും. അങ്ങനെ ഇടുന്നവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അടിപൊളി ടേസ്റ്റാണ്. അമ്മ വീട്ടിൽ ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പരിപ്പുവട വേണമെന്ന് മോഹൊക്കെ പറയുമ്പോൾ അമ്മ ഉണ്ടാക്കി തരലുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, എനിക്കിത് കഴിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം കുറച്ചായി നമ്മൾ പരിപ്പുവടയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അതിൽ ചൂടൊക്കെ മാറിയിട്ട് വേണം കഴിക്കാൻ. എന്നാലും നമ്മൾ കഴിച്ചു നോക്കാം. ചൂടോടെ കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. നമ്മൾ ഡയറക്റ്റ് എടുത്തിട്ടുള്ളൂ, അതാണ് നമുക്ക് ഊതി കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിക്കണം. പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് അതൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ഇടാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് വരും. നിങ്ങളുടെ ആ കമൻറ്റ് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്ര ഇൻട്രസ്റ്റിൽ വീഡിയോ ഇടാൻ കാരണം. അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം. അതിലേക്കും ബൈ. This is Abhinan signing out. Bye.